നമസ്കാരം, സുമേഷ് കോട്ടൂരാണ്. ഒരു ദിവസത്തെ തമിഴ്നാട് യാത്ര. കന്യാകുമാരി ജില്ലയിലെ 3-4 ക്ഷേത്രങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ ഞങ്ങൾ കുലശേഖരത്തിനടുത്തെത്തി. ഇനി എല്ലാവരും ചേർന്നൊരു ലൈവ് പാചകമാണ് ഇവിടെ നടത്താൻ പോകുന്നത്. അപ്പോൾ ആ ലൈവ് പാചകത്തിൻ്റെ കാഴ്ചകളും ഇന്നത്തെ ഈ ട്രിപ്പിനുണ്ടായിരുന്ന ഒരു പരിചയപ്പെടുത്തലുമാണ് ഈ വീഡിയോ. എന്റെ സഹപാഠിയാണ് ബാവോട് വിനോദ്. വിനോദ്, എങ്ങനെയുണ്ടെന്നത് യാത്ര? കൊള്ളാം, അടിപൊളിയായിരുന്നു. യാത്ര കഴിഞ്ഞതാണ്ട് നമ്മുടെ പാചകത്തിലേക്ക് കയറിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് സ്പെഷ്യൽ? ഇന്ന് സ്പെഷ്യൽ മരിച്ചിനി, ചിക്കൻ, സലാഡ്, കാന്താരി സ്പെഷ്യൽ. ഇതുവരെ ഒരൊറ്റ വീഡിയോയിലും കണ്ടിട്ടില്ല. ഇതാണ് എൻ്റെ സഹധർമ്മിണി. ഞങ്ങളുടെ കഴിഞ്ഞ കൊട്ടിയൂർ ട്രിപ്പിൽ ഉണ്ടായിരുന്ന ടീച്ചർ ഉണ്ടായിരുന്നു യാത്രയിൽ. ഗീത ടീച്ചറാണ്. ഗീത ചേച്ചി ഉണ്ടൻകോട്, കേരളത്തിൽ തന്നെയാണ്. ഗീത ടീച്ചറിന്റെ ഭർത്താവാണ്, റിട്ടയർഡ് അധ്യാപകനാണ്. ചേട്ടാ, ഇന്നത്തെ യാത്രയെക്കുറിച്ച്, നമ്മുടെ ഈ ഒരു സഹകരണത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. ഇന്നത്തെ യാത്ര നല്ല സൂപ്പർ യാത്രയായിരുന്നു. ഇതിലെ സ്ഥലം കണ്ടു. സ്ഥലങ്ങൾ ഈ കുമാരകോവിലും മറ്റു ക്ഷേത്രങ്ങളൊക്കെ കണ്ടിട്ടുള്ള സ്ഥലം തന്നെ. എന്നാലും നമ്മൾ പ്രത്യേക എല്ലാവരും കൂടി ചേർന്ന് പോയപ്പോൾ അതൊരു പ്രത്യേക രസമാണ്. അതിനെക്കാട്ടി രസം നമ്മൾ തന്നെ പാചകം ചെയ്ത് കഴിക്കാൻ പോകണം. അത് സൂപ്പറായിരിക്കും. ഇനി കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. ഇനി ഏതെങ്കിലും യാത്ര നേരിട്ട് വരും? വരും, അത് ഉറപ്പായിട്ടും വരും. അതാണ് നമ്മുടെ യാത്രയുടെ പ്രത്യേകത. വണ്ടിയിലെ സ്ഥിരം സാരഥിയാണ്, അനന്തുവാണ്. ഒറ്റശേഖരങ്ങളുകാരനാണ്. അനന്തുവിന്റെ ഭാര്യ അടുത്തോട്ട് തന്നെ. എന്താ പേര്? കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അശ്വതി. എവിടെയാ സ്ഥലം? മണ്ഡപത്തിനാട്. അടുത്തടുത്താ വീട്. 3 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പൊ എത്ര ആളായി പോകാൻ കഴിഞ്ഞിട്ട്? 1 വർഷം. ഒരു വർഷം ആകാൻ. അനന്തു, പറ ഇന്നത്തെ യാത്രാ വിശേഷം. അതുമായി പറയണേ. നാണം അനന്തുവിന് അനിയൻ പയ്യനാണ്. നമ്മുടെ പിന്നെ മൂകാംബിക യാത്രയിലും ഇവിടെ തിരുവൈരാണിക്കുളം, കൊട്ടിയൂർ, ഈ യാത്രയിലെല്ലാം സാബുവിൻ്റെ സഹസാരഥിയായി ഇവർ രണ്ടുപേരുമാണ്. മെയിൻ ഡ്രൈവർ ഇവൻ തന്നെയാണ്. നമ്മളെ സുരക്ഷിതമായിട്ട് ഓരോ സ്ഥലങ്ങളിൽ എത്തിക്കുന്ന സാരഥിയാണ് അനന്ത്. ഞങ്ങളുടെ ഈ സ്ഥിരം യാത്രയുടെ ഗാലക്സി എന്ന ആ വണ്ടിയുടെ ഓണറും സാരഥിയും ഒക്കെയാണ് അനന്തുവിൻ്റെ മുതലാളി. നമ്മളിപ്പോൾ എത്ര ട്രിപ്പ് പോയിട്ടുണ്ടാവും ഇതുവരെ? ഞാൻ വരുന്നത് 7 എണ്ണമായി, 6 എണ്ണമായി. തിരുവൈരാണിക്കുളമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ബന്ധു കൂടെയാണ്, എൻ്റെ അനുജ സഹോദരനാണ്, ബന്ധു കൂടെയാണ്. പിന്നെ നമ്മൾ മൂകാംബി പോയി, കൊട്ടിയൂര് പോയി. എങ്ങനെയായിരുന്നു ഓരോ യാത്രയും? ഞാൻ നിങ്ങൾ യാത്രയിൽ വരുമ്പോൾ അനുഭവം പറഞ്ഞു. അടിപൊളി യാത്രയായിരുന്നു. എല്ലാവരും നല്ല സഹകരണമായിരുന്നു. നല്ല പ്രത്യേകത, പാട്ട് പാടി അടിപൊളി. എനിക്ക് അറിഞ്ഞോളൂ, അത് ചുമ്മാറുള്ളതാണ്. സൂപ്പർ പാട്ടൊക്കെ ആയിരുന്നു. പഴയ പാട്ടുകൾ പാടും, അക്ഷര ശ്ലോകങ്ങൾ ഇട്ട് കളിക്കും. വണ്ടിയിൽ പാട്ടിടാനേ സമയമില്ല. എല്ലാരും മൈക്കിൽ കൂടെ പാട്ട് പാടുകയായിരുന്നു. എൻജോയ് ചെയ്യല്ലേ? അടിപൊളി. അടിപൊളി. ഒപ്പം ഡാൻസും ഉണ്ടായിരുന്നു. ഡാൻസ്? അയ്യോ, ഒട്ടും നമ്മളില്ല. അതെ അതെ അതെ. അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ ആ പോകുന്നത് ഒരു കുടുംബമാണ്. പല സ്ഥലത്തു നിന്നുള്ളവരാണെങ്കിലും ആ യാത്ര കഴിഞ്ഞ് വരുന്ന ഒരൊറ്റ കുടുംബം. ഇവർ ആ ബന്ധങ്ങളൊന്നും നമ്മൾ കളയില്ല, പിന്നെയും നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത, നേരത്തെ പറഞ്ഞതുപോലെ സാബുവിന്റെ ആ വണ്ടി ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോയി, അതായത് അടപ്പൻകോട് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിക്കണം എന്നൊരു ചിന്ത മനസ്സിലുണ്ടായി. അങ്ങനെ
ആ ഒരു യാത്രയിൽ വരുന്ന കുടുംബക്കാരൊക്കെയും ചേർന്ന് ഒരു ട്രിപ്പാണ് ഇന്നുണ്ടായത്. ആ ട്രിപ്പ് കഴിഞ്ഞു 3-4 അമ്പലങ്ങൾ കഴിഞ്ഞു, മേലാങ്കോടും കഴിഞ്ഞിട്ട് അവസാനം തിരികെ വരുന്ന വഴി കുലശേഖരത്തിന് 2 കിലോമീറ്റർ പുറകിൽ വെച്ച് നമ്മളൊരു മനോഹരമായിട്ടൊരു തോടൊഴുകി വരുന്നു. അതിൻ്റെ റബ്ബർ തോട്ടത്തിന് സൈഡിൽ വെച്ച് നമ്മളൊരു പാചകം, ആ പാചകത്തിൻ്റെ കാഴ്ചകളും ആഹാരം കഴിപ്പും ഒക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എവിടെ താമസിക്കുന്നത്? നമ്മളോട് 2 ട്രിപ്പ് അല്ലേ നമ്മൾ ഒരുമിച്ച്? 2 ട്രിപ്പ് വന്നു. എങ്ങനെയാണ് നമ്മളെ ട്രിപ്പൊക്കെ? അടിപൊളി. ഇന്നത്തതും അടിപൊളി. ഇതെന്താണ് സ്പെഷ്യല്? മാങ്ങ അച്ചാർ. അച്ചാർ? അത് പഴുത്ത മാങ്ങയില്ല? അത് കുഴപ്പമില്ല. അച്ചാർ നമുക്ക് ശരിയാക്കുമ്പോ മധുരമൊക്കെ പോവും. എന്താ പേര്? ശ്രീലക്ഷ്മി. എന്ത് ചെയ്യുന്നു? അനന്തന്റെ ക്ലാസ്മേറ്റോ? ഓ അത് ശരി. എങ്ങനെയുണ്ട് ട്രിപ്പ്? കൊള്ളാം, ഭക്ഷണമൊക്കെ കൊള്ളാം. ഇങ്ങോട്ട് വരുതേ. ബിന്ദു ചേച്ചിയുടെ മകന്റെ ഭാര്യയാണ്, ഹരീഷിന്റെ ഭാര്യയാണ്. എങ്ങനെയുണ്ട് ആദ്യമായിട്ടുള്ള ട്രിപ്പിന് വരുന്നത്? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കൊള്ളാം, അടിച്ചോളിച്ചു. നമ്മുടെ കൊട്ടിയൂർ യാത്രയിലുണ്ടായിരുന്നു സാംബശിവന്റെ കഥാപ്രസംഗത്തിലെ പാട്ടുകളൊക്കെ പാടി നമ്മുടെ ചേട്ടൻ അടിപൊളിയായിരുന്നു. ചേട്ടാ എങ്ങനെയുണ്ടായ ട്രിപ്പ്? കൊട്ടിയൂർ നല്ല ഉഗ്ര യാത്രയായിരുന്നു. ഇന്നത്തെ ഈ ട്രിപ്പും ഈ സൂപ്പർ യാത്ര എങ്ങനെയുണ്ട്? സാബുവിനോടൊപ്പം ഉള്ളതും സാബുവിന്റെ കൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ വളരെ ഡീസന്റ് യാത്രയാണ്. നമ്മളന്ന് ആഡിറ്റോറിയത്തിൽ കിടന്ന് ഉറങ്ങിയതൊക്കെ ആലോചിക്കുമ്പോഴേ എന്തൊരു രസമായിരുന്നു. കൊള്ളാം. സാബു സ്വാമിയായിട്ടുള്ള യാത്ര സുഖമാണ്, അടിപൊളിയാണ്. ഓക്കെ. ഫുഡെല്ലാം റെഡിയായി. കപ്പ, ചിക്കൻ, ചമ്മന്തി, അച്ചാറ്, മുളക് കറി, ചോറ്. ഇതിൽ ചോറ് മാത്രം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു, ബാക്കിയെല്ലാം ഇവിടെ തയ്യാറാക്കിയതാണ്. എല്ലാം അടിപൊളി സെറ്റപ്പാണ്. ഈ ഒരു പ്രത്യേക വൈബ് നമ്മളെ ഗാലക്സി ട്രിപ്പിൽ അടിച്ചുപൊളിയാണ്. ഇത് മാത്രം നിങ്ങൾ അറിയുക. ക്യാമറമാൻ സുജി കല്ലാമൊപ്പം ഷീജ, വാട്സ ഷീജ. അപ്പോൾ ഇവിടുത്തെ പാചകവും ആഹാരവും എല്ലാം നിങ്ങൾ കണ്ടു കാണും. ഇതൊരു വെറൈറ്റി പാചകമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നൊന്നും അറിയില്ല. ഇത് നമ്മളൊരു കൂട്ടായ്മയുടെ പാചകം. അപ്പോൾ ഇതുപോലെ ഇനിയും ഒരുപാട് കാഴ്ചകൾ വരും സമയങ്ങളിലുണ്ടാകും. ഇത് നമ്മുടെ ഒരു കൂട്ടായ്മയുടെ പാചകവും ആഹാരവുമാണ്. അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ഹായ് പറഞ്ഞോ. ഹായ്.